पिछले कक्षा में हमने पढ़ा था दिल्ली के अंतिम मुगल बादशाह का नाम. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയുടെ പേര് പഠിച്ചായിരുന്നു. क्या था? बहादुर शाह जफर. उनकी बेटी का नाम कुलसुम जमानी बेगम. कुलसुम जमानी बेगम दिल्ली में कैदी है. कुलसुम जमानी बेगम ഡൽഹിയിൽ कैदिലാണ്. और पिताजी या बहादुर शाह जफर रंगून में कैदी है. रंगूनिल തടവിൽ ആണ്. बेटी या कुलसुम जमानी बेगम जो दिल्ली में कैद में थी, उन्होंने किसी तरह से एक खत अपने कैदी बाप को रंगून भेजा था. മകൾ കുൽസും ജമാനി ബേഗം ഒരു വിധത്തിൽ തൻ്റെ തടവിലായിരിക്കുന്ന അച്ഛന് ഒരു എഴുത്ത് അയച്ചിരുന്നു. उसके जवाब में लिखी गई चिट्ठी का नाम है बेटी के नाम. അദ്ദേഹം കുൽസും ജമാനി ബേഗം തൻ്റെ പിതാവിന് ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിൻ്റെ മറുപടിയാണ് आज हमें पढ़ने के लिए है बेटी के नाम. ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള बेटी के नाम. प्यारी बिटिया, സ്നേഹമുള്ള മകളെ, പ്രിയ മകളെ, तुमने अपने कैदी बाप को खत भेजा. तुमने अपने कैदी बाप को, നീ തടവുകാരനായുള്ള അച്ഛന് ഒരു ലെറ്റർ അയച്ചു. खत क्या भेजा? मेरी जान आंसुनामा था. खत क्या भेजा? അത് ഒരു കത്തല്ലായിരുന്നു. അല്ലെങ്കിൽ ഖത്ത് ക്യാ ഭേജ, അതൊരു ഖത്തായിരുന്നോ? മേരി ജാൻ, എൻ്റെ പ്രിയങ്കരിയെ. ആസുനാമ ഥ, കണ്ണുനീരിൽ കുതിർന്ന സങ്കടം നിറഞ്ഞ വാക്കുകളായിരുന്നു. ആസുനാമ എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള വാക്കുകൾ. ആസു കണ്ണുനീര്, ദർദ് സേ ഭരി വാണി. അപ്പോൾ അതൊരു എഴുത്തല്ലായിരുന്നു, പിന്നെ അതെന്തായിരുന്നു? കണ്ണുനീരിൽ കുതിർന്ന സങ്കടം നിറഞ്ഞ വാക്കുകൾ ആയിരുന്നു. കാരണം ബഹാദൂർ ഷാ ജഫർ രംഗൂനിൽ തടവിലാണ്. അതുപോലെ മകൾ കുൽസും ജമാനി ബേഗം ഡൽഹിയിൽ തടവിലാണ്. നമുക്കറിയാം, രണ്ടുപേരും തടവിൽ നിന്നും ഒരു തടവിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയുള്ള എഴുത്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ വേദന നിറഞ്ഞതായിട്ടുള്ള എഴുത്താണ് മകൾ അച്ഛനയച്ചത്. അച്ഛനത് വായിച്ചപ്പോഴുള്ള അനുഭവമാണ് മകൾക്ക് എഴുതുന്നത്. ബേട്ടേനെ പഠിക്കർ സുനായ. ബേട്ടേനെ പഠിക്കർ സുനായ, നിൻ്റെ എഴുത്ത് മകൻ എന്നെ വായിച്ച് കേൾപ്പിച്ചു. ഏക് ദഫ സുന ജീന ഭര. ഏക് ദഫ സുന, ദഫ എന്ന് പറഞ്ഞാൽ ഏക് ബാർ, ഒരു പ്രാവശ്യം. ഏക് ബാർ സുന, ഒരു പ്രാവശ്യം കേട്ടു. ജീന ഭര, തൃപ്തി വന്നില്ല. ഫിർ കഹ ബേട്ട ഫിർ സുനാന. ഫിർ കഹ, വീണ്ടും പറഞ്ഞു. ബേട്ട ഫിർ സുനാന, മോനെ ഒന്നുകൂടൊന്ന് കേൾപ്പിക്കൂ. വൗ ഭി ഫിർ സുന, വീണ്ടും കേട്ടു. വൗ ഭി രോയ, അവൻ ഈ എഴുത്ത് വായിച്ചിട്ട് അവനും വൗ ഭി രോയ, അവനും കരഞ്ഞു. മേരി ആംഖേം ഭി ആസുവോം സെ ഭീങ്ക് ഗയി, എൻ്റെ കണ്ണുകളും കണ്ണുനീരുകൊണ്ട് നിറഞ്ഞു. കഹ ബാബ ഏക് ദഫ ഫിർ പഠോ. കഹ ബാബ ഏക് ദഫ ഫിർ പഠോ, വീണ്ടും മകനോട് പറയുകയാണ്, ബാബ സ്നേഹത്തോടെ, മോനെ ഏക് ദഫ ഫിർ പഠോ, വീണ്ടും ഒന്നുകൂടി വായിക്കൂ. ക്യാ ലിഖ്വാവും ബേട്ടി कि मुझ पर तुम्हारे खत का क्या असर हुआ. क्या लिखवाऊँ बेटी कि मुझ पर तुम्हारे खत का
ക്യാ അസർ ഹുവ, എന്താണ് മകളെ ഞാൻ എഴുതിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ആ എഴുത്ത് വായിച്ചപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ എന്ത് പ്രതീതിയാണ് ഉണ്ടായത് എന്നുള്ളത് എന്ത് എഴുതാനാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എഴുതിപ്പിക്കുന്നത്. 3 ദഫാ സുनने के बाद भी दिल को करार नहीं आया. 3 ദഫാ सुनने के बाद भी, 3 പ്രാവശ്യം 3 ആവർത്തി കേട്ടിട്ടും ദിൽ കോ കരാർ നഹി ആയ, കരാർ എന്ന് പറഞ്ഞാൽ ആശ്വാസം, ദിൽ മനസ്സിന് ആശ്വാസം തോന്നിയില്ല. സച്ച് कहती हो, സത്യം ആണ് പറയാം. ദില്ലി വാലെ മുഷ്കോ രോത്തെ ഹോങ്കെ, ദില്ലി വാലെ മുഷ്കോ രോത്തെ ഹോങ്കെ, ഡൽഹിയിലെ ജനങ്ങൾ എന്നെ ഓർത്ത് കരയുന്നുണ്ടായിരിക്കാം. വേ ക്യാ യഹ് നഹി ജാൻതെ कि मैं भी उनको रोता हूँ. വേ ക്യാ യഹ് നഹി ജാൻതെ, അവർക്ക് അറിയത്തില്ലേ, कि मैं भी उनको रोता हूँ, ഞാൻ അവരെ ഓർക്കുമ്പോൾ എനിക്കും കണ്ണുനീരാണ്, അല്ലെങ്കിൽ ഞാനും അവരെ ഓർത്ത് കരയുകയാണ് എന്ന് അവർക്കും അറിയാമായിരിക്കും. മേം തോ സിന്ദാ ബൈഠാ ഹും, സിന്ദാ ജീവനോടെ, മേം തോ സിന്ദാ ബൈഠാ ഹും, ഞാൻ ജീവനോടെ ഇരിക്കുന്നു. വേ തോ ബിനാ ആയി മൗത്ത് മർ ഗയേ, വേ തോ ബിനാ ആയി മൗത്ത് മർ ഗയേ, അവരെ മരണം വരുന്നതിന് മുമ്പേ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ മരിക്കേണ്ടിയിട്ട് മരിച്ചതല്ല, യുദ്ധമൊക്കെ ചെയ്തപ്പോൾ ലഡായിക്കകത്തപ്പെട്ട് അവർ മരിച്ചു പോവുകയാണ് ചെയ്തത്. വേ തോ ബിനാ ആയി മൗത്ത് മർ ഗയേ. കിത്തനോം കെ ബാപ്പ്, കിത്തനോം കെ ബേട്ടെ, കിത്തനോം കെ ഭായി ഫാംസിയോം പർ ചढ़ ഗയേ. കിത്തനോം കെ ബാപ്പ്, എത്ര പേരുടെ പിതാക്കന്മാർ. കിത്തനോം കെ ബേട്ടെ, എത്രയോ മക്കൾ. കിത്തനോം കെ ഭായി, എത്രയോ സഹോദരങ്ങൾ. ഫാംസിയോം പർ ചढ़ ഗയ, ഫാംസിയം തൂക്കിക്കൊല്ലുക. എത്രയോ പേരുടെ പിതാവിനെ, സഹോദരങ്ങളെ, മക്കളെ തൂക്കിലേറ്റി എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊന്നു. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്, മരിക്കേണ്ടതായിട്ട് മരിച്ചതല്ല, അവരെ തൂക്കിക്കൊന്നു, അവരെ ഇല്ലാതാക്കി കളഞ്ഞു. കിത്തനെ ബच्चे യതീം ഹോ ഗയേ, കിത്തനി ഔരത്തേം ബേവാ ഹോ ഗയി. കിത്തനെ ബच्चे യതീം ഹോ ഗയേ, യതീം അനാഥർ, എത്ര കുട്ടികൾ അനാഥരായിത്തീർന്നു. കിത്തനി ഔരത്തേം ബേവാ ഹോ ഗയി, ബേവാ വിധവ, എത്രയോ സ്ത്രീകൾ വിധവമാരായി. ഘർ ലൂട്ട് ഗയേ നഹീം, ഘർ ലൂട്ട് ഗയേ നഹീം ബൽക്കി खोद डाले गए और उन पर हल चलवा दिए गए. घर लूट गए नहीं, കേവൽ ഘർ ലൂട്ടേ ഹി നഹീം, വീട് കൊള്ളയടിക്കുക മാത്രമല്ല ചെയ്തത്. ഖോദ് ഡാലേഗെ, അത് കുഴിച്ചു. പിന്നെ ഔർ ഉൻ പർ ഹൽ ചൽവാ ദിയേ ഗേ, ഹൽ ചൽവാന എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുക. അപ്പം വീട് കൊള്ളയടിക്കുക മാത്രമല്ല ചെയ്തത്, അതിനി താമസം യോഗ്യമല്ലാത്ത രീതിയിൽ കുഴിച്ചിടുകയും പിന്നെ ഉഴുതുമറിക്കുകയെല്ലാം ചെയ്തു. दिल्ली में जब मेरा मुकदमा चल रहा था, उसी जमाने में तबाही और बर्बादी के किस्से सुने थे. दिल्ली में जब मेरा मुकदमा चल रहा था, ഡൽഹിയിൽ എൻ്റെ വിചാരണ നടക്കുമ്പോൾ, മുക്കദ്മ വിചാരണ കേസ് നടക്കുമ്പോൾ, ഉസി സമാനേമേ തബാഹി ഔർ ബർബാദി, തബാഹി എന്ന് പറഞ്ഞാൽ നാശ്, ഔർ ബർബാദി എന്ന് പറഞ്ഞാലും നാശ് തന്നെയാണ്. അപ്പം ആ ഡൽഹിയിൽ എൻ്റെ വിചാരണ നടക്കുമ്പോൾ എന്തുവായിരുന്നു, നാശത്തിൻ്റെയും തകർച്ചയുടെയും കഥകൾ കേൾക്കാമായിരുന്നു. മേരെ യഹാം ആ ജാനെ കെ ബാദ് പതാ നഹീ और क्या क्या परेशानियाँ शहर वालों पर पड़ी होगी. मेरे यहाँ आ जाने के बाद, अब बहादुर शाह कहाँ हैं, रंगून में हैं. वह कहते हैं मेरे यहाँ आ जाने के बाद, ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ എന്ന് പറഞ്ഞാൽ രംഗൂനിൽ വന്നതിന് ശേഷം, പതാ നഹീ और क्या क्या परेशानियाँ शहर वाली पर पड़ी होगी, നീ എന്തൊക്കെ
പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ദുരിതങ്ങളാണ് ആ പട്ടണത്തിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ രംഗൂനിൽ വന്നതിന് ശേഷം ആ ഡൽഹിയിലെ ആൾക്കാർ എന്തെല്ലാം പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അവരെല്ലാം അനുഭവിച്ചു ഒന്നും എനിക്കറിയത്തില്ല. അബ് ഹസേ യാ റോയെ കോയി ഫായദ നഹീ. അബ് ഹസേ യാ റോയെ കോയി ഫായദ. ഫായദ പ്രയോജനം. ഞാൻ ചിരിക്കുകയോ കരയുകയോ എന്ത് ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല. ഞാൻ ചിരിക്കുകയോ കരയുകയോ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഹം സബ് കാലേ പാനി മേ ഹെ. हम सब काले पानी. क्या है काले पानी का अर्थ? काले पानी നാട് കടത്തുക. ഹം സബ് കാലേ പാനി മേ ഹെ. ഇനി ചിരിച്ചാലും കരഞ്ഞാലും ഒന്നും ഒരു പ്രയോജനവുമില്ല, കാരണം ഞങ്ങളൊക്കെ നാട് കടത്തപ്പെട്ടു. അപ്നെ വതൻ ദില്ലി സെ സൈക്കടോം കോസ് ദൂർ, घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है. अपने वतन दिल्ली से. अपने वतन, वतन देश. अपने देश दिल्ली से സൈക്കടോം കോസ് ദൂർ. നമ്മുടെ ആ സ്ഥലത്തു നിന്നും ആ രാജ്യത്തിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത്. घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है. घर से जुदा, जुदा अलग, ദൂരെ, വീട്ടിൽ നിന്നും ദൂരെ. और ऐसे जुदा, അത്രമാത്രം ദൂരമാണ്. कि अब जीते जी किसी से मिलने की, ഒരിക്കലും ജീവനോടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ കാണാമെന്നുള്ള ആസ്, പ്രതീക്ഷ ഒന്നും ഇല്ല. അപ്പോൾ അത്രമാത്രം ദൂരെയാണ് സ്വന്തം രാജ്യത്തിൽ നിന്നും ഇപ്പോൾ ഉള്ളത്. मुझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी बारात की अगवानी के सेहरे लिखे थे. मुझे याद आया. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. എന്തോ ഓർമ്മ വന്നത്? ജബ് തുമ്ഹാരി ഷാദി ഹുയി തി, നിൻ്റെ വിവാഹത്തിന്. ഗാലിബ് ഔർ ജൗക്ക്, ഗാലിബും ജൗക്കും ദർബാറിലെ കവികളാണ്, അവിടുത്തെ ദർബാരി കവികളാണ് ഗാലിബും ജൗക്കും. പറയുകയാണ്, ഗാലിബ് ഔർ ജൗക്കിനെ തുമ്ഹാരി ബാരാത്ത് കി അഗ്വാനി കെ സേഹരെ ലിഖേത്തെ. ആ ബാരാത്ത് എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ കൂട്ടരെ സ്വീകരിക്കാനായിട്ടുള്ള എന്ത് ചെയ്തു? സ്വാഗത ഗാനം എഴുതിയിരുന്നു. തുമ്ഹാരി ബാരാത്ത് കി അഗ്വാനി കെ സേഹരെ ലിഖേത്തെ. സ്വാഗതഗാനം, ബാരാത്തിന് സ്വീകരിക്കാനായിട്ടുള്ള ആ സ്വാഗതഗാനം എഴുതിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അബ് യഹാം ന വ ലാൽ കില ഹേ ഔർ ന പഹരേദാർ. അബ് യഹാം ന വ ലാൽ കില, ലാൽ കില ചെങ്കോട്ട, ഔർ ന പഹരേദാർ, പഹരേദാർ കാവൽക്കാരൻ. ഇപ്പോൾ ഇവിടെ ചെങ്കോട്ടയോ കാവൽക്കാരോ ആരും തന്നെ ഇല്ല. ബസ് लकड़ी का एक पुराना सा मकान है जो बरसात में टपकता है और जिसमें 2-4 कमरों के सिवाय ज़्यादा गुंजाइश नहीं है. അപ്പം ബസ് ലക്കടി കാ ഏക് പുരാനാ സാ മക്കാൻ, എന്തുമാത്രമേ ഉള്ളൂ? ഒരു തടി കൊണ്ടുള്ള പഴയ ഒരു കെട്ടിടം. ജോ ബർസാത്ത് മേ ടപക്താ ഹെ, മഴ പെയ്യുമ്പോൾ എന്തോ സംഭവിക്കും? ചോർന്നൊലിക്കുന്നതായി. ടപ്പക്കിന ചോരുക, മഴയത്തെ ചോരുന്നതായിട്ടുള്ള. ഔർ ജിസ്മേ 2-4 കമരോം കെ സിവായ് സ്യാദാ ഗുഞ്ചായിഷ് നഹി ഹെ. 2-3 മുറി അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ 3-4 മുറിയുള്ള പഴയ ഒരു കെട്ടിടം. എങ്ങനത്തെ കെട്ടിടമാ? തടി കൊണ്ടുള്ളൊരു കെട്ടിടം. അത് എന്ത് സംഭവിക്കും? മഴയത്തും ചോർന്നൊലിക്കുന്നതായിട്ടുള്ള 2-4 മുറിയുടെ മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഉള്ളത്.